സിംഹങ്ങളുടെ പേര് മാറ്റിയ വിവാദം ഒഴിവാക്കണമെന്ന് കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും ദൈവങ്ങളുടെ പേര് ഇടുമോ എന്നാണ് ബംഗാൾ സർക്കാരിനോട് കോടതി ചോദിച്ചിരിക്കുന്നത്. അക്ബർ എന്ന പേര് സിംഹത്തിനിട്ടത് ശരിയായില്ലെന്നും കൽക്കട്ട ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും ഇക്കാര്യത്തിൽ ഈ പേരുകൾ നൽകുന്നതിൽ, അതായത് ഇത്തരത്തിലുള്ള മൃഗങ്ങൾക്ക്, സൂലെ ക്യാപ്റ്റീവ് മൃഗങ്ങൾക്ക് പേര് നൽകുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണം, അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രത വേണം എന്ന നിലപാട് തന്നെയാണ് അറിയിച്ചത്. നിലപാട് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള പേരുമാറ്റങ്ങളെല്ലാം നടത്തുമ്പോൾ, പേരിടലുകളെല്ലാം നടത്തുമ്പോൾ സ്വാഭാവികമായും ദൈവത്തെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഇവരെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന പലർക്കും അത് വേദനയുള്ളാക്കുന്നൊരു സാഹചര്യമുണ്ടാകും. അത്തരത്തിലൊരു വേദന ഉണ്ടാക്കുന്ന സാഹചര്യത്തിന് സമാനമായ പ്രവർത്തനങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അത് ശരിയായ രീതിയല്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞു വെച്ചത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, പശ്ചിമ ബംഗാളിലെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ വലിയ ശ്രേഷ്ഠനായ അംഗീകാരം ലഭിച്ച രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പേര്, അതായത് ടാഗോറിൻ്റെ പേര് നിങ്ങൾ ഏതെങ്കിലും മൃഗങ്ങൾക്കിടുമോ എന്ന ചോദ്യമെല്ലാം തന്നെ കോടതി ഉന്നയിച്ചു. അതുപോലെ തന്നെ അക്ബർ എന്ന പേര് പ്രയോഗിച്ചത് തെറ്റാണ്, അല്ലെങ്കിൽ അതൊരു ശരിയായ രീതിയല്ല, അംഗീകരിക്കാവുന്ന രീതിയാണോ എന്ന ചോദ്യമെല്ലാം തന്നെ ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത്തരത്തിൽ മൃഗങ്ങൾക്ക് ദൈവങ്ങളുടെ, അല്ലെങ്കിൽ ദൈവങ്ങളുമായി ചേർന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ, അല്ലെങ്കിൽ ലോകാരാധ്യരായ വ്യക്തിത്വങ്ങളുടെ പേര് നൽകുന്നത് സ്വീകാര്യമാണോ അല്ലയോ എന്നൊരു ചോദ്യത്തിന് അത് സ്വീകാര്യമല്ല എന്ന് ഏതാണ്ടൊക്കെ കൃത്യമായി തന്നെ കോടതി പറഞ്ഞു വയ്ക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇക്കാര്യങ്ങളിൽ ജാഗ്രത ഉണ്ടാകണമെന്ന നിർദ്ദേശം നൽകുകയും പശ്ചിമ ബംഗാൾ സർക്കാർ പേര് മാറ്റാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.